ഈ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീനയുടെ ഓരോ കാര്യങ്ങളൊക്കെ കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന ജോലിക്കാർ പറയുന്നുണ്ട് തമ്മില്, എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യണം, എങ്ങനെയെങ്കിലും അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടുവരുന്ന അവതക്കുട്ടി പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കില്ല, നിങ്ങളുടെ അതിയായ മോഹം അതൊക്കെ. എന്തായാലും ഈ വീട്ടിലെ കുട്ടിയെ പറഞ്ഞയക്കാൻ നിനക്ക് ആരുടെ അധികാരം തന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇത് സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിന്റെ ഈ ജോലിക്കാര് അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കാനാ നോക്കുന്നത്, അതിൽ വെച്ച് മനസ്സിലാക്കിക്കൂടെ അവന്മാരുടെ കള്ളക്കളികൾ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അലീന മോള് ഈ വീടിനെ നല്ലതിന് മാത്രമേ അവൾ ഓരോന്ന് ചെയ്യുകയുള്ളൂ, അവൾ വളർന്ന സാഹചര്യം നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ അവരുടെ കുട്ടി സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നീ ആവശ്യമില്ലാതെ ഇവന്മാരുടെ വാക്ക് കേട്ടിട്ട് അവളുടെ അടുത്ത് ദേഷ്യപ്പെടാനോ അടിക്കാനോ പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അത് അവൾക്ക് ഭയങ്കര വിഷമായ കാര്യമാണ്. ഇനി ആദ്യം പുറത്താക്കേണ്ടത് ഈ യുവന്മാരെ, അത് നീ മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി ജോസഫ് പറയുക, ഞാനിവിടെ ഒറ്റയ്ക്കുന്ന കാലം മുതൽ യുവന്മാരെ എനിക്ക് കൂട്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, ഇവരുടെ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി, അത് അലീന വേണ്ടി വന്നു എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും നീ വിഷമിക്കണ്ട, ഇനി ഏത് കാര്യത്തിനും നിന്റെ ഒരു നല്ലതിന് വേണ്ടി അവളിവിടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു ആശ്വാസമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വന്നിട്ട് ഉടനെ പോകാൻ വന്നതാ, പക്ഷേ അവളെ ഈ വീട്ടിലെ മകളാന്ന് അറിഞ്ഞ പിന്നെ എനിക്കാണെങ്കിൽ പോകാൻ വരെ തോന്നില്ല. എനിക്ക് മനസ്സിലായല്ലോ എൻ്റെ ചിന്നമ്മ എൻ്റെ അടുത്തുള്ള ഒരു തോന്നല് എനിക്കുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ആര് പറഞ്ഞാലും നീ അവളെ തള്ളി പറയരുത് എന്നൊക്കെ സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് അവതക്കുട്ടിക്ക് ഫോൺ വരുന്ന എല്ലാവരും അറിഞ്ഞിട്ടുള്ള കോളുകളാണ്. ഈ പൗലോസൊക്കെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവതക്കുട്ടിയുടെ ബന്ധുക്കളെ എല്ലാവരെയും. എന്തായാലും അതിനെക്കുറിച്ച് വിളിക്കുന്നുണ്ട്, ആരും അവിടെ വന്നത് എന്നൊക്കെ. അത് വേറെ ആരുമല്ല, അവൻ്റെ സ്വന്തം മകള് തന്നെയാ. ആരെങ്കിലും വന്ന് മകളാന്ന് പറയുമ്പോൾ വീട്ടിൽ കയറ്റുന്നത് എന്തിനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് ആരോ ഒന്നുമല്ല, സ്വന്തം മകള് തന്നെയാ, നീ വന്ന് കണ്ടു നോക്ക്, അപ്പം നിനക്ക് മനസ്സിലാവാം നമ്മുടെ കുടുംബത്തിലെ കൊച്ചാണ്. അതിന് നീ ഇപ്പൊ തള്ളി പറയാനോ ഒന്നും നിൽക്കരുത്. ഇത് ആരെ വാക്ക് കേട്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇത് നീ എങ്ങനെ അറിഞ്ഞ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ അറിഞ്ഞോളും, കാണാൻ വേണ്ടി ഞങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, സ്വത്തിന് വേണ്ടിയൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തേക്കും ഓരോരുത്തർ പോകുന്നുണ്ട്, ഓരോരോ പിള്ളേര് ആ വീട്ടിലെ മകളാ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും പിടിച്ചു നിർത്തരുത്, അതുകൊണ്ട് മാത്രം പറയാനാണ് ഞാൻ വിളിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. എടാ അത് അങ്ങനെയൊന്നുമല്ല, ഇത് നമ്മളെ കുടുംബത്തിലെ കൊച്ചു തന്നെയാ എന്നൊക്കെ വീണ്ടും പറയുന്നുണ്ട്. എന്തായാലും ശരി, ഞങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്ത് അവതക്കുട്ടി പറയുന്നുണ്ട്, ഇപ്പം നീ അറിഞ്ഞോ, കുടുംബക്കാരെല്ലാവരും വിളിച്ചു തുടങ്ങി ഇവിടെ ആരാ എത്തിയിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടി. എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, ആരൊക്കെ എന്ത് പറഞ്ഞിരുന്നാലും നീ അവളെ തള്ളി പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതെനിക്ക് അങ്ങനെ പറ്റുമോ പച്ച എന്നൊക്കെ സ്റ്റാൻലി ജോസഫ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു അടുക്കളയുടെ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് എനിക്ക് നിയന്ത്രണം വിട്ട് ഞാൻ ദേഷ്യപ്പെട്ടു പോയത്, അതവർക്ക് വിഷമമായെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ മകളല്ലാതാവൂ അവള്. എന്തായാലും ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാ, ഇനി ഞാൻ ഒരിക്കലും പറഞ്ഞേക്കില്ല, ഈ വീട്ടിലെ രാജകുമാരി തന്നെയാ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും. ആ സമയത്ത് അവതക്കുട്ടി പറയുന്നുണ്ട്, എന്തായാലും റീത്തമ്മ ഇത് അറിഞ്ഞാലുള്ള കാര്യം നിനക്കറിയാലോ, റീത്തമ്മയുടെ സ്വഭാവം നിനക്കറിയാം, അവളാണെങ്കിൽ വലിയ വാശിക്കാരിയാ. അവളുടെ സ്വഭാവം എന്താണ്, ഇനി ഇതറിയുമ്പോൾ എന്തായിരിക്കും പ്രതികരണം എന്നൊന്നും അറിയില്ല. ഇനി അവരെല്ലാവരും കൂടെ റീത്തമ്മയുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞൊന്നും അറിയില്ല. നിന്റെ ഭാര്യ ആയതുകൊണ്ട് പറയുക, നിന്നെപ്പോലെ തന്നെയാണ് നിന്റെ സ്വഭാവം എല്ലാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പച്ച ഇനി അതിനെ കാര്യം കുറിച്ചൊന്നും പറയണ്ട, അതിനെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ കൂടും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്തും പറയുക, പിന്നെ ഇതെല്ലാവരും അറിയണ്ടേ, ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് കല്യാണം നടത്തിയ നിന്നെ അവള് പറയില്ലേ, ഇനി എൻ്റെ അടുത്തേ നീ വരുവുള്ളൂ വഴക്കിനും കുസ്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി തന്നെ, എൻ്റെ മകളല്ലാതെ ആവൂല്ലല്ലോ, അത് ഏത് ടെസ്റ്റ് നടത്തിയിരുന്നാലും ശരി തന്നെയാണ്. അതുകൊണ്ട് അവള് വരട്ടെ, അവളെ അടുത്ത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും, അംഗീകരിപ്പിക്കണം അലീനെ, അത് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്, അല്ലാതെ വേറൊരു വഴിയുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിന്റെ മക്കൾ അറിഞ്ഞിരുന്നാലും അതുപോലെ തന്നെ എല്ലാവരുടെ ഭാഗത്തു നിന്നും വളരെ എതിർപ്പായിരിക്കും ഇതിന് ഉണ്ടാകുന്നത്. എന്തായാലും ഇത്രയും കാലം ഇല്ലാത്ത മകൾ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാ വരുന്നത്,
ഇത് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഞെട്ടുമെങ്കിലും പക്ഷേ അവളാണെങ്കിൽ പിന്നെ സ്നേഹിച്ചു തുടങ്ങും എന്നെപ്പോലെ എന്നൊക്കെ അവതക്കുട്ടി പറയുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാ, പക്ഷേ ഓരോ രീതിയിലും നമ്മൾ പല രീതിയിലും കാണുന്നില്ലേ പല വാർത്തകൾ, അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു പേടി എനിക്ക് മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാ എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പം ചിന്ത കൂടുതലാണ് വന്നതിനെ കുറിച്ചല്ല മോള്. പക്ഷേ ഇനി എല്ലാവരും അറിഞ്ഞാലുള്ള ആ ഒരു വിഷമം, അതിനെ ഞാൻ രണ്ടും തരണം ചെയ്യാൻ വേണ്ടി നിൽക്കുക തന്നെയാ എന്നൊക്കെ സ്റ്റാൻലി ജോസഫ് അവതക്കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അലീന വരുന്നുണ്ട്. എന്താ എന്താ സംസാരം, എന്നെക്കുറിച്ചാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, മോള് കഴിച്ചായിരുന്നോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ കഴിച്ചായിരുന്നു, നിങ്ങളാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഞാനായിരിക്കും ഒരു വിഷയമെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഞാനിവിടുന്ന് പോകണമെങ്കിൽ ഇവിടുന്ന് പോകാൻ എനിക്ക് ഇഷ്ടമാണ്. നേരെ ഓഫനേജിലോട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടവും, ആരെയും ശല്യം ചെയ്യാതെ ഒറ്റയ്ക്ക് ഒതുങ്ങി കൂടണം. അത് തന്നെയാണ് പണ്ട് മുതലേ ഞാൻ. പക്ഷേ ഇന്നിവിടെ വന്നതിൽ പിന്നെ എനിക്കെനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതുപോലുമില്ല. എന്നെ സ്നേഹിക്കുന്നവരുണ്ടോയെന്ന് ചോദിച്ചാൽ അതുമില്ല. പക്ഷേ എൻ്റെ അടുത്ത് സ്നേഹം കാണിച്ചാലേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ ഞെട്ടി നിൽക്കുന്ന സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, എനിക്ക് സ്നേഹിക്കാനുള്ള മനസ്സുണ്ട്, ഞാൻ സ്നേഹിച്ചു തുടങ്ങും മോളെ. പക്ഷേ അത് എനിക്ക് പുറത്ത് കാണിക്കാൻ അറിയില്ല. അത് മാത്രമേ എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം, റീത്താമ്മയുടെ കാര്യമാണ് പറയുന്നത്. എൻ്റെ കുടുംബക്കാരെ എങ്ങനെയാ മോളെ അംഗീകരിക്കുക എന്നൊന്നും അറിയില്ല, അവരുടെ പ്രതികരണം എന്താണെന്നും അറിയില്ല. പക്ഷേ അതൊന്നും കേട്ട് വന്നിരുന്നാലും അതൊന്നും കേട്ട് വിഷമിക്കരുത് എന്നൊക്കെ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ അലീന പറയുന്നുണ്ട്, ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ വരെ തരണം ചെയ്ത് നിന്ന് ഒരു വീട്ടിൽ 6 മാസത്തോളം ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാവരും തമ്മിൽ എപ്പോഴും കലഹമായിരുന്നു. അവിടുത്തെ കുട്ടികൾക്ക് പോലും ഒരു സമാധാനം ഇല്ലായിരുന്നു. കുട്ടികളെന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ എൻ്റെ അനിയത്തിമാരെയാ. അവർക്ക് പോലും ഒരു സമാധാനം ഇല്ലാത്ത ജീവിതമായിരുന്നു ഈ 6 മാസക്കാലം ഞാൻ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നക്കാരി ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവിടെ നിന്ന് പോകണമെന്ന് തോന്നിയതും. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെയും പ്രശ്നങ്ങളാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ നിന്ന് പോകാനും തോന്നും. പക്ഷേ അതിന് എല്ലാവരും എൻ്റെ അടുത്ത് വിഷമിക്കുകയോ വെറുക്കുകയോ ഒന്നും ചെയ്യരുത്, അതിന് കാരണങ്ങളുണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഓരോ ജീവിതങ്ങൾ തകരാൻ വേണ്ടി ഒരു നിമിഷം മതി, പക്ഷേ ഞാനായിട്ട് ആരുടെ ജീവിതം തകരാൻ പാടില്ല, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. മോള് വിഷമിക്കേണ്ട റീത്താമ്മ, മനസ്സിലാക്കും, ഞാനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. നമ്മുടെ മകളായിട്ട് നിന്നെ നമ്മൾ രാജകുമാരിയെ പോലെ തന്നെയാണ് വളർത്തുമെന്ന് പറയുന്ന കേട്ടില്ലേ. എനിക്കിപ്പോൾ ഈ രാജകുമാരി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് തോന്നുന്നത്. എന്തായാലും ഞാൻ വളർന്ന സാഹചര്യത്തിലല്ല ഈ രാജകുമാരി എന്ന വാക്ക്, അത് വളരെ അകലെയാണ്. എന്തായാലും തൊട്ടടുത്ത് വന്നിരുന്നാലും ശരി തന്നെയാണ്. എല്ലാം അംഗീകരിച്ച് സ്നേഹത്തോടെ എല്ലാവരും അറിഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് നല്ലൊരു ജീവിതം കിട്ടുകയുള്ളൂ. അല്ലാതെ എത്ര സ്വത്തുക്കൾ ഉണ്ടായിരുന്നിട്ടോ ഒരു കാര്യമില്ല, അത് എല്ലാം സന്തോഷത്തോടെ ജീവിക്കുന്നതിലാ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും അവതക്കുട്ടിയുടെ അടുത്ത് സ്റ്റാൻലി ജോസഫ് പറയുക, നമ്മുടെ ജീവിതം പഠിപ്പിക്കുക ഇവള് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, എനിക്ക് കുറേ ജീവിത പാഠങ്ങൾ എൻ്റെ വഴിയിലൂടെ കടന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് എനിക്കിതൊക്കെ പറയാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ വിവരമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നവരും വിവരമില്ലാത്തവരാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്. അവതക്കുട്ടി ആ സമയത്ത് പറയുന്നുണ്ട്, നിനക്കിപ്പോൾ മനസ്സിലായല്ലോ നിന്റെ മകൾക്ക് വിവരം ഇത്തിരി കൂടുതലാണെന്ന്. പക്ഷേ നിന്നെ പഠിപ്പിക്കുന്ന മകള് അതാ അലീന, അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അലീനയെ എടുത്ത് വീണ്ടും പറയുന്നുണ്ട്, ഇതാ എനിക്ക് ഒരു കോള് വരുന്നുണ്ട്, ഇത് റീത്താമ്മയാ, എന്തോ അറിഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല, ഞാനെന്ന് ഫോൺ എടുക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അവതക്കുട്ടി ആ സമയത്ത് പറയുക, സംസാരത്തിൽ സൂക്ഷിച്ചു വേണം, ഇപ്പോഴേ ദേഷ്യത്തിലൊന്നും പറയരുത്, ഒരു കാര്യങ്ങളും ഇപ്പം പറയരുത്, നീ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയണം, സംസാരിക്കാം എന്ന്, അല്ലാതെ ഫോൺ വഴി പറഞ്ഞ് പിണക്കത്തിലൊന്നും ആവരുതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് പറയുക, ഞാൻ കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, ശരിയാണോ, അതുകൊണ്ടാണോ അവിടെ തന്നെ നിൽക്കുന്നത്, വീട്ടിലോട്ട് പോലും വരാതെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് വീട്ടിലേക്ക് വരണമെന്നുണ്ട്, ഞാൻ വരാറുണ്ടല്ലോ, അതിന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ഈ മാറ്റത്തിന്റെ കാരണം. ഇപ്പോൾ ഒരുത്തി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞല്ലോ, അത് ആരാ അവിടെ വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല, നീ വന്ന് കാണ്, എന്നിട്ട് ഞാൻ സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്.
എനിക്ക് നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾ ഫോൺ വെക്കരുത് എന്നൊക്കെ റീത്തമ്മ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, എനിക്ക് അവളെ ഒന്ന് കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഉടനെ എന്നെ ഫോൺ വെക്കുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. ആ സമയത്ത് അവതക്കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്, കണ്ടോ ഇതെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പൗലോസൊക്കെ പറഞ്ഞ് അറിഞ്ഞെന്നാ തോന്നുന്നത്, അല്ലാതെ ഒരു വഴിയുമില്ല അവരൊന്നും അറിയാൻ വേണ്ടി. ആ സമയത്ത് അവതക്കുട്ടി പറയുക, അത് ശരി തന്നെ, അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഇന്ന് എന്നെ വിളിക്കുകയും ചെയ്തത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വരണ്ടത്ത് വെച്ച് തന്നെ എല്ലാം നമുക്ക് തരണം ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുക, ഞാനായിട്ട് ഈ വീട്ടിലെ ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, ഞാൻ തിരിച്ചു പോയേക്കാം, എന്നെ തിരിച്ചു കൊണ്ട് വിട്ടേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിനാണോ ഞാൻ കൊണ്ടുവന്നത്? എൻ്റെ മകളായ നിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവിടാൻ ഇങ്ങനത്തെ ഒരു ദുഷ്ടനൊന്നുമല്ല ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ശരി തന്നെ അവതക്കുട്ടി പറയുന്നുണ്ട്, നമുക്ക് ആ റീത്തമ്മ വരുമ്പോഴത്തേക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. അറിഞ്ഞതുകൊണ്ട് ഉടനെ തന്നെ വരുമെന്ന് ഉറപ്പാ, ഇന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കഴിച്ചിട്ട് പുറത്തോട്ടൊക്കെ നിൽക്കുക. പുറത്തോണ്ട് അവതക്കുട്ടിയും അലീനയും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി ജോസഫ് അവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഒരു കാറ് വരുന്നുണ്ട്. ആ കാറിനകത്ത് പെട്ടെന്ന് ഞെട്ടലോടെ സ്റ്റാൻലി ജോസഫ് പറയുന്നു, റീത്തമ്മ. അങ്ങനെ പെട്ടെന്ന് വരികയും ദേഷ്യത്തോടെ കലിതുള്ളി വീട്ടിനകത്തേക്ക് കയറുന്നു. ഇവളാണോ ആ പറഞ്ഞ അലീന എന്ന് പറയുന്നവള്? അവൾ ആരാ ഇവള്? പക്ഷേ ഇത് നിങ്ങളെ മകളാന്ന് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വന്ന് അലീനെ അടിച്ച് താഴെ ഇടുന്നുണ്ട്. ആ സമയത്ത് ഒന്നും പറയാൻ പറ്റാതെ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അവതക്കുട്ടിയും അതുപോലെ തന്നെ സ്റ്റാൻലി ജോസഫും നോക്കി നിൽക്കുന്നുണ്ട്. ഒന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് പറയുക, എന്നൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് പോലും ഒന്നും വക വെക്കാതെ വീണ്ടും തല്ലുന്നുണ്ട്. ഇത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റാൻലി ജോസഫ് മാറ്റുവാണ് റീത്താമ്മയെ പിടിച്ച്. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ടോ ഇവക്ക് വേണ്ടി നിങ്ങൾ ജീവിതം വരെ നിങ്ങൾ തുറയ്ക്കുക. ഇപ്പോഴത്തേക്കും എന്തുദ്ദേശിച്ചിട്ടാ ഇവളെ ഈ വീട്ടിലേക്ക് കയറ്റിയത്? ആരുടെ ചോദിച്ചിട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യം എനിക്കുണ്ടോ എൻ്റെ മകളെ ഈ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് വരാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് എന്ന് വന്ന മകളാ? നിങ്ങൾക്ക് മക്കളുണ്ട്, അവരെ നിങ്ങൾ ഇത്രയും അന്വേഷിക്കുന്നില്ലല്ലോ. ഇപ്പം ഈ മക്കളോട് നിൽക്കാനും ലാളിക്കാനും സ്നേഹിക്കാനും ഒരുപാട് സമയം കിട്ടുന്നല്ലോ. ഞങ്ങൾക്കും ഉണ്ട് മക്കള്, അറിയാലോ നിങ്ങൾക്ക്. നമ്മളെ മക്കളെ ഇത്രത്തോളം നിങ്ങളെ നോക്കിയിട്ടില്ല എന്നേലേ ഞാൻ പറയുന്നത്. ഇന്നലെ വന്ന് അവള് ഈ വീട്ടിൽ കിടന്ന് ഇത്രത്തോളം സ്വാതന്ത്ര്യം കാണിക്കണമെങ്കിൽ അവള് നേരത്തെ നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടായിരുന്നു. മാത്രമല്ല നിങ്ങളാണെങ്കിൽ അങ്ങോട്ട് പോവുമായിരുന്നു. ഇപ്പോഴേ എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇപ്പോൾ വയസ്സായപ്പോഴത്തേക്ക് കൊണ്ട് വീട്ടിലേക്ക് കൊണ്ട് നിർത്തിയിരിക്കുന്നു. എന്തായാലും ഇത് ശരിയുള്ള ഒരു ഏർപ്പാടുമല്ല. നീ ഇവിടുന്ന് ഇന്ന് തന്നെ ഇറങ്ങിക്കൊള്ളണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ അവതക്കുട്ടി പറയുന്നുണ്ട്, നീ കണ്ടോ ഇത് ആരെപ്പോലെ ഇരിക്കുന്നതെന്ന്? നിന്റെ അമ്മായിയമ്മയെ പോലെ, എന്ന് വെച്ചാൽ എൻ്റെ ഭാര്യയെ പോലെ. അതുകൊണ്ട് നീ കണ്ടു നോക്ക്, ഇത് അവന്റെ മകള് തന്നെയാണെന്ന് ഇതിൽ കൂടെ നിനക്ക് മനസ്സിലാക്കി കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആരെപ്പോലെ ഇരുന്നാലും ശരി തന്നെയാ, എൻ്റെ ഭർത്താവ് വേറൊരു മോളെന്ന് പറഞ്ഞ് കൊണ്ട് വീട്ടിൽ താമസിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനത് അംഗീകരിച്ച് തരയില്ല. ഇന്ന് തന്നെ അച്ഛനും മോനും കൂടെ പറഞ്ഞങ്ങോട്ട് അയച്ചോണം എന്നൊക്കെ പറയുന്നുണ്ട്. കേട്ടിട്ട് എന്തെന്നറിയാതെ എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. എന്തായാലും എവളുടെ പ്രതികരണം ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ മോളെടുത്ത്? എന്തായാലും മോള് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് അവളെ അകത്തേക്ക് അയക്കാനാണോ നിങ്ങൾക്ക് ഇത്രയും ഇത് തിടുക്കം? എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്നല്ലേ? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ആരെന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് ബാക്കി കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നീ പറയണമെന്ന് കേൾക്കണം എൻ്റെ കാര്യം. എൻ്റെ മകളെന്ന് പറഞ്ഞത് ഇപ്പോഴാണ് ഞാൻ അവള് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ഇത്രയും കാലം ഓർഫനേജിലായിരുന്നു അവിടെ ജീവിച്ചത്. ഒരു നരക തുല്യമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അവളുടേത്. ഇപ്പോഴാണ് അവളിവിടെ ജീവിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് നീ ഒരു തടസ്സവും പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് നരക തുല്യമായിരുന്നാലും ശരി തന്നെയാ ഈ വീട്ടിൽ അതൊന്നും ഞാൻ അനുവദിക്കില്ല. എൻ്റെ മക്കൾ അനുഭവിക്കേണ്ട സ്വത്തുക്കളാണ് ഇതൊക്കെ. ഇനി ഒരു അവകാശി അത് വീട് പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഉടനെ പറയുക, നിനക്ക് സ്വത്തിനാണോ? ഞാൻ സ്വത്ത് നിനക്ക് തരാം, പക്ഷെ എനിക്ക് മകള് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയ്ക്ക് നിങ്ങൾക്ക് എവളാണല്ലേ വലുത്, എന്നെയും പിള്ളേരെക്കാളും. എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് അവതക്കുട്ടി വിളിക്കുന്നുണ്ട്, നിക്കി പോകരുത്, പറയട്ടെ എന്ന്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എവിടെ വന്ന് ഒരു പെണ്ണിന് വേണ്ടി രണ്ടുപേരും കൂടെ ഇപ്പോൾ ഇവിടെ നിന്ന് അവളെ ലാളിക്കുന്നു. എനിക്കിതൊന്നും കാണണ്ട എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട്.